നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കടകംപള്ളി സുരേന്ദ്രനെ സ്വർണ്ണക്കൊള്ളക്കാരൻ എന്ന് വിളിച്ച സതീശൻ താൻ അത് ആവർത്തിക്കുമെന്ന് വ്യക്തമാക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയ സ്വർണ്ണക്കൊള്ളക്കാരൻ എന്ന പരാമർശം നീക്കം ചെയ്യണമെന്ന് കോടതിയിൽ കടകംപള്ളി സുരേന്ദ്രന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിരാകരിക്കും. ഇക്കഴിഞ്ഞ ദിവസം കേസിന്റെ വാദത്തിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകനോട് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത്. സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിക്ക് പങ്കുണ്ട് എന്ന് സതീശൻ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കടകംപള്ളി നൽകിയ മാനനഷ്ട കേസിനിടയിലാണ് ഇത്തരം ചില സംഭാഷണങ്ങൾ. കേസ് പരിഗണിക്കുമ്പോൾ കോടതി പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു. ഞാൻ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ച് മറുപടി പറയാമെന്നായി അഭിഭാഷകൻ. തുടർന്നാണ് 18-ാം തീയതി കേസ് കേൾക്കാൻ കോടതി തീരുമാനിച്ചത്. എന്നാൽ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെന്ന് സതീശൻ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ സ്വർണ്ണക്കൊള്ളക്കാരൻ എന്ന് അഭിസംബോധന ചെയ്തത് തുടരും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. തനിക്ക് മാനഹാനി വരുത്തുന്ന ഈ പ്രസ്താവന പിൻവലിച്ച് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു കടകംപള്ളി കോടതിയെ സമീപിച്ചത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് കട്ടയ്ക്ക് നിലപാടെടുത്തതോടെ ഹർജി പിൻവലിച്ച് ഓടുന്ന സ്ഥിതിയിലാണിപ്പോൾ കടകംപള്ളി. ഇക്കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉടൻ നടത്തുമെന്നാണ് സതീശൻ പറയുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിക്ക് പങ്കുണ്ട് എന്ന് താൻ പറഞ്ഞത് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നു. ഹൈക്കോടതി നടത്തിയ പരാമർശത്തിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി ആർക്കെങ്കിലും കൈമാറ്റം ചെയ്തിട്ടുണ്ടാകാം എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. 2016 മുതൽ 2021 വരെ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ വലിയ കൊള്ള നടന്നത്. ഇതിൽ ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡിനുമുള്ള പങ്ക് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമുണ്ട് എന്ന് വി.ഡി. സതീശൻ പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ കഴിയാതെ കുരുങ്ങി നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രനെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മറുവശത്ത് CPM പൂർണ്ണമായും കടകംപള്ളി സുരേന്ദ്രനെ കൈവിടാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. നേരത്തെ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ പറഞ്ഞത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം താൻ സ്വീകരിക്കുകയായിരുന്നുവെന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണം മന്ത്രിയിലേക്ക് നീങ്ങാത്തത് എന്ന് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളും അയ്യപ്പ വിശ്വാസികളുമൊക്കെ ഉച്ചത്തിൽ ചോദിക്കുന്നു. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഇനി രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഭയക്കേണ്ടതില്ലല്ലോ. ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളിക്ക് കൈകഴുകാൻ കഴിയില്ല. അതിലപ്പുറം കടകംപള്ളിയെ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ ഉദ്ദേശിച്ചായിരുന്നില്ല താൻ പ്രസ്താവന നടത്തിയത്. ഇതാണ് സതീശന്റെ നിലപാട്. മാനനഷ്ട കേസിനെ കുറിച്ച് മനോരമ ന്യൂസ് ഉൾപ്പെടെയുള്ള ചില ചാനലുകൾ നടത്തിയ റിപ്പോർട്ടിംഗ് തീർത്തും വസ്തുതാവിരുദ്ധമെന്നാണ് കടകംപള്ളിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. ഇത് കോടതിയെയും നീതിന്യായ വ്യവസ്ഥയെയും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ആണ്. വി.ഡി. സതീശൻ അടിസ്ഥാനപരമായി ആരോപണങ്ങൾ ഉന്നയിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും എന്റെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് ആവർത്തിക്കുന്നതല്ലാതെ ഒരു തെളിവ് പോലും കോടതിയിലോ പൊതുസമൂഹത്തിന് മുന്നിലോ നൽകിയിട്ടില്ല എന്ന് കടകംപള്ളിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനെ പ്രസ്താവനകളിൽ നിന്ന് വിലക്കണമെന്നാണ് കടകംപള്ളിയുടെ അഭിഭാഷകന്റെ ആവശ്യം. എന്നാൽ ഇതുവരെ കോടതി സതീശനെ ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് വിലക്കിയിട്ടില്ല. മറുവശത്ത് ഇന്നലെ രമേശ് ചെന്നിത്തല കട്ടക്കിറങ്ങിയതോടെ തീർത്തും പ്രതിരോധത്തിലായി LDF സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഏറ്റെടുത്ത മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെയാണിപ്പോൾ കോൺഗ്രസിലെ ഹീറോ. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസങ്ങൾക്ക് മുൻപാണ് രമേശ് ചെന്നിത്തല അതിശക്തമായ ഒരു പ്രസ്താവന നടത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘമുണ്ട് എന്ന് രമേശ് ചെന്നിത്തല തുറന്നടിച്ചു. ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തിയത് ഒരു വിദേശ വ്യവസായിയാണ്. അദ്ദേഹം SITക്ക് മുന്നിൽ നേരിട്ടെത്തി മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ഇതിന്റെ തുടർച്ചയായി SIT രമേശ് ചെന്നിത്തലയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. 500 കോടിയിൽ പരം രൂപയുടെ ഇടപാടാണ് നടന്നത് എന്ന് വിശ്വസനീയമാം വിധം തൻ്റെ കയ്യിൽ റിപ്പോർട്ടുകൾ ലഭിച്ചുവെന്ന് രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമാക്കി. ഇക്കാര്യങ്ങളിൽ കൂടുതൽ തെളിവ് നടത്താൻ വസ്തുതകൾ തന്നോട് പറഞ്ഞ വിദേശ വ്യവസായിയെ ചോദ്യം ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇപ്പോഴിതാ രമേശ് ചെന്നിത്തലയുടെ ആരോപണം പൂർണ്ണമായി ശരിവെക്കുകയാണ് വിദേശ വ്യവസായി. 500 കോടിയുടെ പുരാവസ്തു കടത്താണ് നടന്നത് എന്ന് വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചു. ഏകദേശം 3 മണിക്കൂറോളം ഫോണിൽ നീണ്ടുനിന്ന മൊഴിയെടുപ്പിലാണ് വിദേശ വ്യവസായി വസ്തുതകൾ വ്യക്തമാക്കിയത്. വിദേശ വ്യവസായി വെളിപ്പെടുത്തിയ വസ്തുതകൾ ഗൗരവതരമാണ് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തി. ഇതിന്റെ തുടർച്ചയായി അദ്ദേഹത്തെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് SIT സംഘം പറയുന്നത്. പുരാവസ്തു കടത്ത് സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും ഈ വ്യവസായി
SITക്ക് കൈമാറി. രമേശ് ചെന്നിത്തലയുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴി ലഭിച്ചതോടെ വിശദ അന്വേഷണത്തിലേക്ക് നീങ്ങാൻ സമ്മർദ്ദത്തിലാവുകയും ചെയ്തു പ്രത്യേക അന്വേഷണ സംഘം. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ 500 കോടിയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നും ഇതിനെക്കുറിച്ച് മലയാളിയായ വ്യവസായി തന്നോട് വിശദമാക്കിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞത് പൂർണ്ണമായും ശരിവെക്കുന്നതാണ് ഇപ്പോൾ വ്യവസായിയുടെ മൊഴികൾ. നേരത്തെ ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തിയായിരുന്നു രമേശ് ചെന്നിത്തല തനിക്ക് ലഭിച്ച വസ്തുതകളും വിവരങ്ങളും തെളിവുകളുമൊക്കെ അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും പൗരൻ എന്ന നിലയിലും കിട്ടിയ വിവരങ്ങൾ അടിച്ചമർത്തി വയ്ക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞതെന്ന് മാധ്യമപ്രവർത്തകരോട് ചെന്നിത്തല പ്രതികരിച്ചു. മറുവശത്ത് വാസുവിന്റെ നീക്കം അടപടലം ഹൈക്കോടതിയിൽ പൊളിയുന്ന കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന വാസു ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ കോടതിയെപ്പോലും ഞെട്ടിക്കുന്ന തലത്തിലുള്ള ചില കാര്യങ്ങൾ വ്യക്തമാക്കി. ശബരിമലയിലെ സന്നിധാനത്ത് നേരത്തെ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു എന്നതിനെക്കുറിച്ച് ആധികാരികമായ യാതൊരുവിധ രേഖകളുമില്ല എന്നാണ് വാസു പറഞ്ഞത്. മൊഴിയിലൂടെ മാത്രമാണ് ഈ വിവരങ്ങൾ തങ്ങൾ മനസ്സിലാക്കിയത്. ശബരിമല പോലെ ഇത്ര വിശുദ്ധമായ ഒരു സന്നിധാനത്ത് 32 കിലോയിലധികം സ്വർണം അവിടെ പൊതിഞ്ഞതിന് ശേഷം അതിൻ്റെ രേഖകളില്ല, വെറും മൊഴി മാത്രമേ ഉള്ളൂ എന്ന് വാസുവിനെ പോലെ ഒരാൾ പ്രതികരിക്കുമ്പോൾ എങ്ങനെ എന്തു പറയണമെന്നറിയാതെ കോടതി പോലും നടുങ്ങിപ്പോയി. കട്ടിളപ്പള്ളി സ്വർണം പൊതിഞ്ഞതിന് തെളിവുകളില്ല, വാമൊഴി മാത്രമേ ഉള്ളൂ എന്ന് വാസുവിൻ്റെ വാദത്തിന് മുന്നിൽ സർക്കാരിനോട് വിശദാംശങ്ങൾ തേടി ഹൈക്കോടതി. അങ്ങനെയെങ്കിൽ കേസ് പോലും നിലനിൽക്കില്ലല്ലോ എന്നായിരുന്നു ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത്. ഇതോടെ അവിടെ യഥാർത്ഥത്തിലുണ്ടായിരുന്നത് സ്വർണ്ണപ്പാളികളായിരുന്നോ എന്ന കോടതിയുടെ ചോദ്യം. വാസുവിന് ഇനിയും റിമാൻഡിൽ തന്നെ തുടരാനാവും കോടതി വിധിക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് വീണ്ടും നീട്ടി. 14 ദിവസത്തേക്ക് കൂടിയാണ് റിമാൻഡ് നീട്ടിയത്. ശബരിമലയിൽ സ്വർണം പൊതിച്ചതിന്റെ രേഖകൾ അവിടെയില്ല, പകരം മൊഴി മാത്രമേ ഉള്ളൂ എന്ന് വാസു കോടതിയിൽ പറയുമ്പോൾ മറുവശത്ത് അതിൻ്റെ രേഖകൾ കണ്ടെത്താനും സ്വർണം പൊതിഞ്ഞു എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ SITയുടെ തലയിൽ വന്നു വീണു. ഇതിന്റെ തുടർച്ചയായി സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി വീണ്ടും ചോദ്യം ചെയ്യുമെന്ന വാർത്ത ഇന്ന് കേൾക്കുന്നു. കട്ടിളപ്പാളി കേസിൽ നേരത്തെ പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഹൈക്കോടതിയെ പത്മകുമാർ സമീപിച്ചിരിക്കുന്നത്. കേസിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മൊരാരി ബാബുവിനെയും വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്നും SIT പറയുന്നു. ഇന്നലെയായിരുന്നു ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇവരുടെ മൊഴിയിൽ നിന്ന് പത്മകുമാറിനും വാസുവിനുമെതിരെ നിർണായകമായ ചില തെളിവുകൾ SIT പ്രതീക്ഷിക്കുന്നു. ദേവസ്വം ജീവനക്കാരിൽ നിന്നും മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ നിന്നും മറ്റ് സാക്ഷികളിൽ നിന്നുമൊക്കെ ലഭിച്ച മൊഴികളിൽ പലതും വൈരുദ്ധ്യമുളവാക്കുന്നതാണ്. ഇവ പരിഹരിക്കണമെങ്കിൽ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പലതും തുറന്നു പറയണം. അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നുവെന്ന കാഴ്ചയാണ് മറുവശത്ത്. മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ഭരണസമിതിയിലെ മറ്റംഗങ്ങളെയും ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഈ വർഷം ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി സ്വർണം പൂശാൻ അനുമതി തേടിയത് ദേവസ്വം പ്രസിഡന്റ് പ്രശാന്താണ് എന്ന് തന്ത്രി നേരത്തെ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി കൊടുത്തിരുന്നു. തന്ത്രിയുടെ വെളിപ്പെടുത്തലുകളിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ കൂടുതൽ ശരിവെക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസിലെ 2 ജീവനക്കാരെ ഇന്നലെ SIT ചോദ്യം ചെയ്തു. അവരെ വീണ്ടും ചോദ്യം ചെയ്യും. സ്വർണം പോറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങി ജുവലറി ഉടമ ഗോവർദ്ധന് നൽകിയ കൽപേഷിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് SIT പറയുന്നത്. ശക്തമായ ചോദ്യം ചെയ്യലുകളും നീക്കങ്ങളും ഒരു വശത്ത്, മറുവശത്ത് ഈ കേസ് അട്ടിമറിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ. അതിശക്തമാണ് SITക്ക് മുന്നിലുള്ള സമ്മർദ്ദം. അയ്യപ്പൻ തന്നെ നേരിട്ടിറങ്ങി ഈ കേസ് തെളിയിക്കേണ്ടി വരുമോ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.